പയ്യന്നൂർ മുൻ ഏരിയ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദം അനുഭാവി യോഗം വിളിച്ച് വിശദീകരിക്കാൻ CPIM. കണക്ക് മാധ്യമങ്ങളോടല്ല ബഹുജനങ്ങളോട് പറയുമെന്ന് ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനം CPIM വിരുദ്ധരുടെ സംഗമമായിരുന്നുവെന്നും കെ രാഗേഷ് ആരോപിച്ചു. രാഗേഷ് പറയുന്നത് സത്യവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണെന്നായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ മറുപടി. ധനരാജ് രക്തസാക്ഷി ഫണ്ട് പിരിച്ചത് പാർട്ടി അംഗങ്ങളിൽ നിന്നും സഹകരണ ജീവനക്കാരിൽ നിന്നുമാണ്. പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചിട്ടില്ല. അതിനാൽ കണക്ക് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടേണ്ട ആവശ്യമില്ലെന്ന് ആവർത്തിക്കുകയാണ് CPIM കണ്ണൂർ ജില്ലാ നേതൃത്വം. ഫണ്ട് ശേഖരിച്ച പാർട്ടി മെമ്പർമാരിൽ നിന്നാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. പക്ഷെ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഇത്രയധികം തെറ്റിദ്ധരിപ്പിച്ച പശ്ചാത്തലത്തിൽ ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ അനുഭാവി യോഗങ്ങൾ ചേരുന്നുണ്ട്. ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചു എന്നാണ് പറഞ്ഞത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നോട് നിർദ്ദേശിച്ചത് മാധ്യമങ്ങളോട് പറയാനല്ല, എന്നോട് നിർദ്ദേശിച്ചത് അവിടെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങളുടെ മുമ്പാകെ ഈ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണം എന്നാണ്. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന് പകയുടെ കണക്ക് പുസ്തകം എന്ന പേരാണ് ചേരുക. TI മധുസൂദനോട് പകമൂത്ത് അന്ധത ബാധിച്ചതാണ് പുസ്തകമെന്നും മധുസൂദനനെ വ്യക്തിപരമായി അവഹേളിക്കാനാണ് പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നതെന്നും CPIM ജില്ലാ സെക്രട്ടറി ആരോപിച്ചു. പാർട്ടി രേഖകൾ കോപ്പിയെടുത്ത് സൂക്ഷിച്ച കുഞ്ഞികൃഷ്ണൻ പാർട്ടിയോട് കാണിച്ചത് കൊടും വഞ്ചനയെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി. എന്നാൽ രാഗേഷ് പറയുന്നത് സത്യവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണെന്നായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ മറുപടി. എങ്ങനെ കളവ് പറയാൻ ഇത്തരം നേതാക്കൾക്ക് സാധിക്കുന്നു എന്നതുകൂടി കാണാണ്. വ്യക്തിപരമായ ഒരു വിരോധമായി മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നേരത്തെ TI മധുസൂദനാണ് നടത്തിയത് എങ്കിൽ ഇപ്പോൾ പാർട്ടി നേതൃത്വവും അതിന് കൂട്ടുനിൽക്കുന്നു എന്നതാണ്. പയ്യന്നൂരിലെ പുസ്തക പ്രകാശനത്തിനെത്തിയവരെല്ലാം പാർട്ടി വിരുദ്ധരാണെന്ന് പയ്യന്നൂരിലെ CPIM നേതാക്കൾ പറയുമോ എന്നും കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു. ഫണ്ട് തിരിമറി വിവാദത്തിൽ CPIM-ഉം വി കുഞ്ഞികൃഷ്ണനും നിലപാടുകൾ ആവർത്തിക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളുകളുടെ ആരോപണങ്ങളോട് പ്രതികരിക്കേണ്ട ബാധ്യത ഇല്ലെന്ന് വിശദീകരിച്ച് മാറി നിൽക്കാനാകും ഇനി അങ്ങോട്ട് CPIM-ന്റെ നീക്കം. ന്യൂസ് മലയാളം, കണ്ണൂർ.